ഹായ് ഓൾ, വെൽക്കം ടു Xylem Learning. It's me your AK അഖിലേഷ് ആണ് സംസാരിക്കുന്നത്. ഫിസിക്സ് ആണ് സബ്ജക്റ്റ്. ഓക്കെ, എടാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററിന്റെ പേര് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇതിൽ നിങ്ങളുടെ മെയിൻ എക്സാമിന് വരെ സാധ്യത കൽപ്പിക്കുന്ന ഒരു ഭാഗമാണ് ജൂൾ നിയമം അല്ലെങ്കിൽ ജൂൾസ് ലോ. നോക്കൂ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും വൈദ്യുതിയുടെ എഫക്ട്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട എഫക്റ്റ് ആണ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ താപഫലം. അതിലുള്ള ആദ്യ ടോപ്പിക്കാണത്. ഈ വർഷം നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന പ്രോബ്ലം സെഷനും ജൂൾസ് ലോ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ടോപ്പിക് നെയിം എന്താണ്, ജൂൾ നിയമം അല്ലെങ്കിൽ ജൂൾസ് ലോ. തുടങ്ങാം. ഒരു ചെറിയ കാര്യം പറഞ്ഞു തുടങ്ങട്ടെ. നമ്മളെ ഒരു അയൺ ബോക്സിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചേ. ഇസ്തിരിപ്പെട്ടി, തേപ്പ് പെട്ടി, വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആ അയൺ ബോക്സ് ചൂടാക്കും. വെറുതെ അങ്ങോട്ട് ചൂടാവൂടാ? ഇല്ല. അപ്പൊ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഈ അയൺ ബോക്സ് ചൂടാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കണം. ആ കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് അയൺ ബോക്സ് ഇങ്ങനെ പ്ലഗിൽ കുത്തിയിട്ട് തേച്ചാൽ ഇത് ചൂടാവൂടാ? ഒരിക്കലുമില്ല. എന്ത് ചെയ്യണം? സ്വിച്ച് ഓൺ ആക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ശരിയല്ലേ? സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അയൺ ബോക്സ് ചൂടാവുള്ളൂ, അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. എന്ത്? വെൻ ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ എ കണ്ടക്ടർ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാലേ അതെന്താവുള്ളൂ? ചൂടാവുള്ളൂ. സോ ചുരുക്കി പറഞ്ഞാൽ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ ആര് തന്നെയായിരിക്കും? കറണ്ട് തന്നെയായിരിക്കും, അല്ലെ? വൈദ്യുതി പ്രവഹിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അത് ചൂടാവുകയുള്ളൂ. കൂടുതൽ വൈദ്യുതി പ്രവഹിച്ചാലോ നന്നായിട്ട് ചൂടാകും. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാലോ, വോൾട്ടേജ് ഒക്കെ കുറയുന്ന സമയത്ത് നമ്മുടെ അയൺ ബോക്സ് ഒക്കെ വർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്, ശരിയല്ലേ? സോ അതൊക്കെ ഇതിലേക്ക് നമുക്ക് കൂട്ടിക്കുഴച്ച് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? അത് മനസ്സിലായി. രണ്ടാമതാണ് പേരാണ് ഞാൻ പറയുന്ന പേര് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം. ആരാണ്? റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് അറിയാവോ എന്താ റെസിസ്റ്റൻസ് എന്നുള്ളത്? അറിയാവോ? അത് ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. നിങ്ങള് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് പോവുകയാണ്. ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെ അമ്മയോ അച്ഛനോ ആരോ ഒരാൾ പറഞ്ഞു ഇന്ന് പോണ്ട. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ടിന്റെ ചേച്ചി എന്ന് പറഞ്ഞത് നിങ്ങളെയും ചേച്ചി പോലെയാണല്ലോ. അപ്പൊ നിങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. കല്യാണത്തിന് ഉറപ്പായിട്ടും നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വീട്ടുകാർ ഇനി അങ്ങനെ ഒന്ന് പോണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? പറഞ്ഞ് നിങ്ങൾ കമന്റ് എടുത്ത് താഴെ പറഞ്ഞോ. എന്ത് ചെയ്യും? ചൂടാവോ? ദേഷ്യം പിടിക്കണം? ദേഷ്യം പിടിക്കും, ഉറപ്പാ ദേഷ്യം പിടിക്കും. ഉറപ്പായിട്ട് നമുക്ക് ദേഷ്യം പിടിക്കും. അതായത് നമ്മളെ ഓപ്പോസ് ചെയ്തു, നമ്മളെ റെസിസ്റ്റ് ചെയ്തു, പോണ്ട എന്ന് പറഞ്ഞു. നമ്മളെ ഒരു വഴിക്ക് പോണ്ട, നമ്മൾ അത്ര ഇഷ്ടമുള്ള വഴിക്ക് പോണ്ട എന്ന് പറയുമ്പോൾ, പോകണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരികയും നമ്മൾ ചൂടാവുകയും ചെയ്യൂടാ, ശരിയല്ലടാ? സോ അങ്ങനെ നമ്മളെ തടഞ്ഞു നിർത്തുന്നത്, പ്രതിരോധിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ചൂടുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ വൈദ്യുതിയോട് പോകണ്ട പോകണ്ട എന്ന് പറയും, റെസിസ്റ്റ് ചെയ്യും. എല്ലാ കണ്ടക്ടറും ചെയ്യുന്ന ഒരു പരിപാടിയാണത്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ കണ്ടക്ട് ചെയ്ത് വിടുന്നത്, ആണോ? അല്ല. നമ്മുടെ നിക്രോം എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്. നിക്രോം ആണ് അയൺ ബോക്സിലൊക്കെ ഉള്ളത്. ഇവൻ എന്താ ചെയ്യുന്നറിയോ? ഇവൻ ഭയങ്കരമായിട്ട് ഓപ്പോസ് ചെയ്യും, നന്നായിട്ട് പ്രതിരോധിക്കും. സോ പ്രതിരോധം നന്നായിട്ട് കൂടുമ്പോൾ നന്നായിട്ട് ചൂടുണ്ടാവും. നിങ്ങളൊരു വഴിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്തു, നിങ്ങളെ വിടുന്നേ, നിങ്ങൾ പോലെ പറഞ്ഞു വെക്കി എനിക്ക് പോണം, നിങ്ങളെ വിടുന്നേ ഇല്ല, നിങ്ങളെ തടഞ്ഞു വെച്ചോണ്ട്. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം ഇങ്ങനെ കൂടി വരൂലേ? അത് തന്നെ കൺസെപ്റ്റ്. സോ കുറഞ്ഞ പ്രതിരോധമാണെങ്കിൽ കുറച്ച് താപം ഉണ്ടാവുള്ളൂ. പക്ഷേ വലിയ പ്രതിരോധമാണെങ്കിൽ നന്നായിട്ട് താപം ഉൽപ്പാദിപ്പിടും. അതായത് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റും കുറവായിരിക്കും. പക്ഷേ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിലോ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റും കൂടുതലായിരിക്കും. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ ആരാണ്? റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധമാണ്. നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഒന്നാമത് ആരാണ്? വൈദ്യുതി കൂടിയാൽ താപോൽപാദനം കൂടും. രണ്ടാമത്തത് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. അയാൾ കൂടിയാലും എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ ഹീറ്റ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ആളുടെ പേരാണ് സമയം. മൂന്നാമത്തെ ആളുടെ പേര് ടൈം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ,
ടൈമിനെ പറ്റി എങ്ങനെ പറയാ? നമ്മുടെ അയൺ ബോക്സ് സ്വിച്ച് ഓൺ ആക്കി, ഓൺ ആക്കുമ്പോഴത്തെ തേക്കാൻ പറ്റൂടാ? സ്വിച്ച് ഓൺ ആക്കുന്നു, തേക്കുന്നു, നടക്കൂ? ഇല്ല, സമയം വേണം, തീർച്ചയായിട്ടും വേണം, ശരിയല്ലേ? സോ സ്വിച്ച് ഓൺ ആക്കുന്നു, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അയൺ ബോക്സ് എന്താവുള്ളൂ? ചൂടാവുകയുള്ളൂ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? സെറ്റായോ? അപ്പൊ എന്ത് മനസ്സിലായി? സ്വിച്ച് ഇട്ടതിന് ശേഷം വൈദ്യുതി ഇങ്ങനെ കടന്നു പോയിട്ട് ആ ഒരു കോയിൽ ഇങ്ങനെ പതുക്കെ 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 എന്ത് ചെയ്യണം? ചൂടായി വരണം. അങ്ങനെ ചൂടാവുമ്പോഴാണ് നല്ല രീതിയിൽ താപം ഉണ്ടാവുക. സെറ്റാണല്ലോ? അപ്പൊ എന്ത് മനസ്സിലായി? ടൈം കൂടിയാലും എന്ത് കൂടും? ഹീറ്റ് കൂടും, പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് കൂടും. അപ്പൊ 3 ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറന്റ്, രണ്ടാമത്തത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം, മൂന്നാമത്തത് സമയം, ടൈം. ഇത് 3 പേര് കൂടിയാലും എന്തു കൂടും? താപത്തിന്റെ ഉൽപാദനം കൂടും. ഇതാണ് ജൂൾ നമ്മളോട് പറഞ്ഞത്. ഇത്രയും സിമ്പിളായ കാര്യമാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത്. ജൂൾ ഇത്രയേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞതെന്ന് അറിയാവോ? ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് മലയാളം ഞാൻ പറയാം, ജസ്റ്റ് ഇത് ആദ്യം ഇംഗ്ലീഷ് ഞാൻ പറയട്ടെ. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ്. പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയർ ഒക്കെ എന്തായിരിക്കും? അത് ഐ സ്ക്വയർ ആണല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയണം, എച്ച് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഐ സ്ക്വയറുമായിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കറണ്ട് ആണ് ബാധിക്കുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ താപോൽപാദനത്തെ അഫക്റ്റ് ചെയ്യുന്ന ആരാണ്? കറന്റ് ആണ്. സോ ഐ സ്ക്വയർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് പറയാനുണ്ട്, ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ക്ലിയർ ആണോ? കറന്റ് in a conductor or passing through it, the resistance of the conductor. അപ്പോൾ രണ്ടാമത്തെ ആളാണ് നമ്മൾ പറഞ്ഞു വരാം. രണ്ടാമത്തെ ആള് റെസിസ്റ്റൻസ് ഇൻടു ആര് വരും? and the time of flow of current. അതായത് H is equal to I square RT എന്നുള്ളതാണ് നമ്മുടെ ജൂൾസ് ലോന്റെ ഇക്വേഷൻ. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി ഞാൻ വായിക്കാം. The heat generated in a current carrying conductor is directly proportional to the product of the square of the current. കണ്ടോ? in a conductor, the resistance of the conductor and the time of flow of current. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എച്ച് ഈസ് ഇത് ഐ സ്ക്വയർ ആയിട്ട് പഠിച്ചാൽ തന്നെ കാര്യം മനസ്സിലായി. മലയാളം മീഡിയം ശ്രദ്ധിച്ചോളൂ. എന്താണ് പറയാനുള്ളത്? വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എന്തിനു തുല്യമായിരിക്കും എന്നാ പറഞ്ഞത്? അത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ കറണ്ടിന്റെ അല്ലെ അതിന്റെ വർഗത്തിന്റെയും ഐ സ്ക്വയർ, ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും ആർ, വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ടി ഗുണനഫലത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. അപ്പൊ H is equal to I square RT എന്നുള്ളതാണ് നമ്മുടെ 3 ഇക്വേഷൻസ്. സോറി, നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് 2 ഇക്വേഷൻ കൂടെ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. H is equal to I square RT ആണ് പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഇതിൽ നിന്നും വേറെ 2 ഇക്വേഷൻ പഠിക്കാനുണ്ട്. അത് ഇതൊക്കെയാണ്. H is equal to I square RT, പിന്നെ H is equal to V square T by R ഉണ്ട്. I square RT, H is equal to V square T by R, then H is equal to VIT എന്നിങ്ങനെയുള്ള 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ജൂൾസ് ലോയിൽ. ഈ 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൃത്യമായ പ്രോബ്ലം ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും സിമ്പിളായ ഭാഗമാണിത്. നന്നായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ സുഖമായിട്ട് പോകാൻ സാധിക്കും. മക്കളെ അടിപൊളിയായിട്ട് പഠിക്കാം. സോ നിങ്ങൾക്ക് ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി മസ്റ്റായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതേപോലെ നമ്മുടെ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കയറി വാട്ടോ. സോ നമുക്ക് കാണാടാ. ബൈ.